ഞാനിപ്പോൾ ചേറ്റുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഈ ചേറ്റുപുഴ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ വളരെ വലിയൊരു പുഴയുണ്ട്. അതേപോലെ തന്നെ പാടത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മീനൊക്കെ പിടിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് അത്യാവശ്യം മീൻ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കണ്ടോ, അങ്ങനത്തെ ദൂരത്തോളം പാടത്ത് വെള്ളം കയറിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങളാണെന്ന് തോന്നുന്നു. വെള്ളം കയറിയ കാരണം കൃഷിയൊക്കെ നശിച്ചു പോയി. ഇപ്പുറത്തുള്ളത് ഒരു പുഴയാണ്. ഇവിടെ വളരെ വലിയൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീളമാണ്, പക്ഷേ വീതി അത്ര അധികം വീതിയൊന്നുമില്ല. ചെറിയൊരു വീതിയാണ് ഉള്ളത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോവാം, അല്ലെങ്കിൽ 2 ബൈക്കിന് പോവാം, അത്രേ ഉള്ളൂ. പിന്നെ കുളിക്കടവ് പോലെ ഒരു കടവൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു രസമാണ് ഇതൊക്കെ. അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുമിളകളൊക്കെ വരുന്നുണ്ട്. മീനുകളൊക്കെ ഇങ്ങനെ പൊള്ളയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മീൻ പിടിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് അത്യാവശ്യം മീൻ പിടിക്കാം. തൃശ്ശൂരിലെ പുള്ള് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെ അടുത്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസം അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഒരു ബൈക്കൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. അവിടുത്തെ ഗതാഗതം സാധ്യമാകുമോ എന്നെനിക്കറിയില്ല. ഇത് ഇവിടുത്തുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും. അടുത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നവരായിരിക്കും. ആ വഴി കൂടെ അങ്ങനെ പണ്ട് പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഏതൊരു പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടും ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരിക്കും. ചണ്ടയൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി കിട്ടിയാണ്. വെള്ളം അധികമൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കുമിളകളൊക്കെ വരുന്നുണ്ട്. മീനുകളൊക്കെ അത്യാവശ്യം വലുതായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കാലമായല്ലോ. ഇനി വരുമ്പോൾ ചൂണ്ടയിട്ട് വരണം. ഈ ഫീൽഡിൽ വർക്കിന് പോകുന്ന പിള്ളേർക്കുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ കുറേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാം. അതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് പാടങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്തിരിക്കാം. പലപ്പോഴും നമുക്ക് ഓഫീസിനകത്ത് നിൽക്കാൻ തന്നെ അവിടെ മാനേജർമാരോ അല്ലെങ്കിൽ ആരും സമ്മതിക്കാറില്ല. ഒരുവിധം ഫീൽഡ് വർക്കിന് പോകുന്ന പിള്ളേരൊക്കെ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ്. ഇതേപോലെ തന്നെ പാടത്തിൻ്റെ കരയിൽ പിന്നെ ഈ വെള്ളം പൊങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല വൈബാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കരയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫീൽഡ് വർക്കിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയും. ഞാൻ പണ്ട് ഫീൽഡ് വർക്കിന് പോയിരുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിരുന്ന ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. കാരണം ഫീൽഡ് വർക്കിന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തൊന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ നിന്ന് വേറൊരു കസ്റ്റമറുടെ അടുത്തേക്ക് പോകുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ മിക്കവാറും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പാടത്തിൻ്റെ വക്കോ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ശാന്തമായ സ്ഥലം, കുറേ നേരം നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. ഇതിങ്ങനെ കുറേ ദൂരം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേറൊരു വഴിക്ക് എത്തുട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഒരു ലൈനൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തെ കരയിലേക്ക്. അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ പറയുക, മീൻ പിടിക്കുന്ന പൊന്മാൻ അതൊക്കെ തോന്നുന്നു. മത്സരിച്ചിട്ടാണ് അവർ മീൻ പിടിക്കുന്നത്. അതാണ് ഞാൻ വന്ന പാലം. പാലത്തിൻ്റെ ഒരു നീളം കണ്ടോ, എന്തൊരു വലിയ പാലമാണ്. പക്ഷേ ഒരാൾക്കൊക്കെ അല്ല, 2 വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ, ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി തിരിച്ചു പോകാം. കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ വന്നിട്ട്. ഇവിടെ മീൻ പിടിക്കാൻ വന്നൊരു ചേട്ടന് ചൂണ്ടക്കുളത്തൊക്കെ ഇവിടെ മറന്നു വെച്ച് പോയതാണെന്ന് തോന്നുന്നു. വളരെ വലിയൊരു ചൂണ്ടക്കുളത്തൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഇനി ഇവിടേക്ക് വരുന്നവർക്ക് സുഖമില്ല. ഇത് കുളത്തിൽ എന്തെങ്കിലും ഏറിട്ടിട്ട് അങ്ങോട്ട് മീൻ പിടിച്ചാൽ പോരാ. സംഭവം ചെറിയ വഴിയൊക്കെ ആണെങ്കിലും ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു വൈബാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഒരു ചേട്ടൻ ചൂണ്ടിട്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. എന്തൊരു രസമല്ലേ ഞാനിങ്ങനെ പോകുന്നത്. ഇവിടെ മൊത്തം വെള്ളമാണെങ്കിലും എന്ത് രസമായിരുന്നു. കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞ പോലെ. എന്തായാലും വന്ന സ്ഥലം കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അവിടെ ഒരു കുളിക്കടവ് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പറയം താഴം ആത്മതീരം കുളിക്കടവിൻ്റെ പുനരുദ്ധാരണം ശ്രീമതി അജിത ജയരാജൻ ബഹുമേയർ ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ഇവിടെ എന്തായാലും
കുറേ ആൾക്കാർ വന്നിരിക്കാറുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു ഊഞ്ഞാല് പോലെയൊക്കെ കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ വന്നിരിക്കുമ്പോൾ എന്തായാലും കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഈ കുളിക്കടവൊക്കെ നല്ല ചിത്രപ്പണിയായിട്ട് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നല്ല വൈബാണ്. പിന്നെ ഇത്രയും വേസ്റ്റൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, പാമ്പുണ്ടാവാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വന്നിരിക്കുക.